നമുക്കിന്ന് നല്ല രുചിയുള്ള നാടൻ ചക്കയട ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന് കുമ്പിളപ്പം എന്നും പറയും, പൂച്ചയപ്പം എന്നും പറയും. പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. അച്ചായൻ സ്റ്റൈലാണ്. അച്ചായൻ എന്നാ ചെയ്തെന്നറിയാവോ? ഒരു വലിയ ചക്ക മുറിച്ച് ചുള കളഞ്ഞ് എടുത്തു. പകുതി ചുളയാണ് ഈ ഇരിക്കുന്നത്. ഇത് 70 എണ്ണം വരും. ഇതുപോലെ ഇതിൻ്റെ ചുള അകത്തുനിന്ന് കുരു എടുത്ത് കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് അപ്പച്ചെമ്പിൽ വെച്ച് ആവിയിൽ നന്നായിട്ട് വേവിച്ചെടുത്തതാണ് ഈ ഇരിക്കുന്നത്. ഇത് ഒരു ചക്കയുടെ പകുതി വരും, ഏകദേശം 70 ചുള വരും. ഇതുകൊണ്ടാണ് നമ്മൾ പൂച്ചയപ്പം, അതായത് ചക്കയട ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടത് 3/4 കിലോ അരിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, ഒരു ഫുള്ള് തേങ്ങ, നാളികേരം ഫുള്ള് ചിരണ്ടിയത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 8 ചെറിയ ഏലക്ക, ഒരു ഉണ്ട ശർക്കര ഉരുക്കിയത്, ഏകദേശം 200 ഗ്രാം വരും. ആവശ്യത്തിന് വെള്ളം. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. പിന്നെ നമുക്ക് നല്ല വാഴയില വൃത്തിയാക്കി കഴുകിയത് അപ്പം ഉണ്ടാക്കാൻ വേണ്ടി, കുമ്പിൾ കൂട്ടാൻ വേണ്ടി. ഈ വഷ്ണ ഇലയിലാണ് സാധാരണ ഉണ്ടാക്കുന്നത്, അല്ലെ എടന ഇലയെന്നോ അല്ലെങ്കിൽ വടന ഇലയെന്നോ പറയാം. അതിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഈ വാഴയിലയിൽ ഉണ്ടാക്കുന്നത്. അച്ചായ ഇതൊന്ന് കുഴച്ച് കാണിച്ചേ. അച്ചായൻ ഈ ചക്ക വേവിച്ചതും അതുപോലെ തന്നെ റവയും തേങ്ങയും ശർക്കര ഉരുക്കിയതും അച്ചായൻ സ്റ്റൈലത് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ് അട ഉണ്ടാക്കാൻ വേണ്ടി. നമുക്കത് കാണാം. ആദ്യം ശർക്കര ഉരുക്കിയത് അരിച്ച് ചെരുവത്തിനകത്തോട്ട് ഒഴിക്കുന്നു. ഇത് ഒരു ഉണ്ട ശർക്കരയാണ്, 200 ഗ്രാം. ചെറുതായിട്ട് പൊട്ടിച്ച് തിളപ്പിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താണ് ഈ ഉരുക്കിയെടുക്കുന്നത്. കണ്ടോ, 200 ഗ്രാം ശർക്കര പൊട്ടിച്ച് ഉരുക്കിയെടുത്തതാണ് ഇത്. പൊട്ടിച്ച് കഴിയുമ്പോൾ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കണം, കാരണം ശർക്കര ഉരുകാൻ വേണ്ടി. അങ്ങനെ ഉരുക്കിയെടുത്താണ് ഇതിട്ട്. ഇനി ഇതിലോട്ട് തേങ്ങയാണ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വെച്ചാൽ ആദ്യം ഇതിനകത്തോട്ട് ഒരു ഫുള്ള് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തു. അടുത്തത് 3/4 കിലോ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അപ്പം നമ്മൾ ചെരുവത്തിനകത്ത് ആദ്യം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു, ഒരു ഫുള്ള് തേങ്ങ ചിരവിയതിട്ടു, 3/4 കിലോ അരിപ്പൊടിയും കൂടെ ഇട്ടു. ഇനി അടുത്ത് നമ്മുടെ ചക്ക വേവിച്ച് വച്ചിരിക്കുന്നതും കൂടെ ഇടുന്നു. ചക്ക വേവിച്ച് വച്ചതും കൂടെ കൂട്ടി തിരുമുന്നു. കൈകൊണ്ട് തിരുമുന്നു. അച്ഛനെ സ്പൂൺ കൊണ്ട് തിരുമ്മാൻ നോക്കിയിട്ട് ശരിയാകുന്നില്ല. കൈകൊണ്ട് തിരുമ്മിക്ക് വെച്ചാ. കൈകൊണ്ട് നന്നായിട്ട് കുഴയ്ക്ക്. സ്പൂൺ കൊണ്ട് തിരുമ്പണ്ട, നന്നായിട്ട് കുഴയ്ക്ക്. ഇതിലോട്ട് 1 സ്പൂൺ ജീരകം പൊടിച്ചത് ചേർക്കുന്നു. ചേർത്തു. ഇനി 8 ഏലക്ക പൊടിച്ചത് ചേർക്കുന്നു. കൂടെ ചേർക്കുന്നു. ഇനി നന്നായിട്ട് ഇവനെ മിക്സ് ചെയ്തെടുക്കണം. അച്ഛാ, നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ശരിയാകത്തില്ല. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തേ. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. സ്പൂണിന് മിക്സ് ചെയ്താൽ ശരിയാകത്തില്ല, കാരണം ഇത് ശരിക്ക് കുഴഞ്ഞ് കിട്ടണം. ചക്കയുടെ നല്ല പശപ്പുള്ളതുകൊണ്ടേ അവൻ ഈ തേങ്ങായും ഈ റവയും ഏലക്കയും അരിപ്പൊടി റവ ചേർത്ത് വേണേലും ഉണ്ടാക്കാം, ഗോതമ്പ് പൊടി ചേർത്തും ഉണ്ടാക്കാം. നമ്മൾ അരിപ്പൊടിയാണ് എടുത്തത്. അരിപ്പൊടിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ്, അല്ലേ അച്ഛാ? റവ ചേർത്ത് വച്ചാൽ ഉണ്ടാക്കും, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി, അല്ലേ? നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പൊടി ഏത് വേണേലും ഇട്ട് ഉപയോഗിക്കാം. ഗോതമ്പ് പൊടി എടുക്കാം. ഇപ്പം അച്ഛൻ നമ്മൾ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ്. ഇത്ര അളവിൽ തന്നെ എടുക്കാവുള്ളൂ. ഇപ്പം 3/4 കിലോ അരിപ്പൊടിയാണ് നമ്മളെടുത്തത്. ഈ സ്ഥലത്ത് 3/4 കിലോ റവ എടുക്കാം, അതുപോലെ 3/4 കിലോ ഇതെടുക്കാം, അല്ലേ അച്ഛാ? ഗോതമ്പ് പൊടി, അല്ലേ? അതും ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരത്തില്ല. അരിപ്പൊടിയാണ് കുറച്ചും കൂടെ നല്ല സിങ്ക് ആകുന്നത്, അല്ലേ അച്ഛാ? നല്ല സിങ്ക് ആകുന്നത്. റവ എടുത്താൽ റവയുടെ ടെസ്റ്ററുണ്ട്, അത് ഇഷ്ടമുള്ളവർക്ക് അത്. എനിക്ക് റവയും ഇഷ്ടമാണ്, ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്, അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണ്. അത് നന്നായിട്ട് അങ്ങ് നന്നായിട്ട് കുഴച്ചോ. നല്ലതായിട്ട് കൈകൊണ്ട് കുഴച്ചാലേ ഉള്ളൂ എല്ലായിടത്തും ഫിംഗർ ഇറങ്ങി ചെന്ന് നന്നായിട്ട് മിക്സ് ആവുള്ളൂ. സ്പൂണിൽ നമ്മൾ നോക്കി, സ്പൂണിനല്ല കയ്യിൽ നോക്കിയിട്ട് ശരിക്കും മിക്സ് ആകുന്നില്ല. ഇതുപോലെ ശരിക്കും പൊറോട്ട കുഴയ്ക്കുന്ന പോലെ അങ്ങോട്ട് കുഴയ്ക്കണം.
വെള്ളം ഇപ്പോൾ ഒഴിച്ച് കൊടുക്കണം അച്ഛാ. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇപ്പം നല്ല വെള്ളമുണ്ട് അല്ലേ അച്ഛാ? വേണ്ടോ? നന്നായിട്ട് അങ്ങോട്ട് ഉപ്പിടണ്ട അച്ഛാ. ഉപ്പിടാം. ആ ഉപ്പിട്ടേ. നന്നായിട്ട് അങ്ങോട്ട് കുഴയട്ടെ. കുഴഞ്ഞങ്ങോട്ട് സൂപ്പറായിട്ട് അങ്ങോട്ട് അല്ലേ അടിയിൽ നിന്ന് ഞെക്കി വെള്ളോട്ട് എടുത്ത് അവനെ അങ്ങോട്ട് കുഴച്ച് മറിച്ച് പൊറോട്ടയ്ക്ക് കുഴയ്ക്കുന്ന പോലെ അവനെ അങ്ങോട്ട് കുഴച്ചേ. അങ്ങനെ ടേസ്റ്റ് എല്ലായിടത്തും കറക്റ്റായിട്ട് അതിൻ്റെ പിടിച്ച് ഏലക്കായും ജീരകവും ഉപ്പും ഉപ്പിട്ടെ 1/4 ടീസ്പൂൺ ഉപ്പിടുവാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്. ആ മതി. നന്നായിട്ട് കുഴച്ചു. 1/4 ടീസ്പൂൺ ഇട്ട് നന്നായിട്ട് കുഴച്ച് നമുക്ക് ഇടന ഇലയോ വഴന ഇലയോ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, കുമ്പിളുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രത്യേക മണമുണ്ട്. കുമ്പിളുണ്ടാക്കി കഴിയുമ്പോൾ അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ അതാണല്ലോ. ഇപ്പോൾ അതൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് വാഴ ഇലയോ ഉണ്ടാക്കുന്നത്. ഇച്ചിരി മയം കിട്ടാൻ വേണ്ടി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിക്കുന്നു. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. ഓക്കെ 1/2 കപ്പ് ഒഴിച്ചു. കറക്റ്റ് ആ കുഴ ശരിയാകാൻ വേണ്ടി. ഇനി നന്നായിട്ടൊന്ന് കുഴയ്ക്കുന്നു. നന്നായിട്ട് കുഴയ്ക്കുന്നു. ഇതിനത് കൈകൊണ്ട് മാത്രമേ കുഴയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് കൈകൊണ്ട് കുഴയ്ക്കുന്നത്. അല്ലെ നമ്മൾ സ്പൂൺ കൊണ്ടേ കുഴക്കുക. കൈകൊണ്ട് കുഴച്ചാലേ ശരിയാവുള്ളൂ. ഇനി നമ്മൾ കൈകൊണ്ട് കുഴയ്ക്കുന്നവർക്ക് ആരും പേടിക്കൊന്നും വേണ്ട. നന്നായിട്ട് ഇവനെ വേവിച്ചെടുക്കുന്നുണ്ട്. വേവിക്കുമ്പോൾ നന്നായിട്ട് റെഡി ആയിക്കോളൂ. നന്നായിട്ട് കുഴയ്ക്കണം. ഈ കുഴയ്ക്കുന്ന ഒരു പണിയാണ്. കാരണം നന്നായിട്ട് മിക്സ് ആയാലേ ഉള്ളൂ ആ ചക്ക എല്ലായിടത്തും ചെല്ലുള്ളൂ. അതുപോലെ തന്നെ ഉപ്പും ഏലക്കയുടെ ആ സ്വാദും ജീരകത്തിൻ്റെ ആ സ്വാദും ശരിക്ക് കുഴയ്ക്കണം. പൊറോട്ട കുഴയ്ക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെയിൻ പരിപാടി അല്ലേ അച്ഛാ? കുഴച്ച് പിന്നെ നമുക്ക് പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇല കൊണ്ട് ചെറിയ കുമ്പിളുണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇത് ഫിക്സ് ചെയ്ത് അടച്ചു വെക്കുന്നു. അത്രേ ഉള്ളൂ പരിപാടി. ഇപ്പം വേണമെങ്കിൽ കുറച്ചെടുത്തുണ്ടല്ലോ, നിങ്ങൾക്ക് ഉപ്പും മധുരമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം, മധുരം വേണമെങ്കിൽ ചേർക്കാം. ഇച്ചിരി ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചാൽ മതി. ഇപ്പം അച്ചായൻ്റെ ഇതെല്ലാം പാകമാണ് അച്ചായൻ പറഞ്ഞത്. കറക്റ്റായിട്ടാണ് അച്ചായൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇലക്കകത്തോട്ട് ഇവനെ എടുക്കാം. ഇത് അച്ചായൻ കുമ്പിള് ഇങ്ങനെ ചുരുട്ടി ഉണ്ടാക്കുകയാണ്. കണ്ടോ? ഇതുപോലെ ഉണ്ടാക്കണം. നേരെ നീട്ടി പിടിച്ചാ കണ്ടോ? എല്ലാവർക്കും കണ്ടോ? ഇനി അത് ഫില്ല് ചെയ്യുക. എടുത്ത് അങ്ങോട്ട് ഫില്ല് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒരെണ്ണമായി. ഇതേ പടക്കം പോലെ കണ്ടോ? മാലപ്പടക്കം പോലെ കണ്ടോ? കാണിച്ച് വെച്ചാൽ ഫില്ല് ചെയ്ത് വെച്ചേ. ഓക്കെ. അച്ഛനെ ഇല ചുരുട്ടുന്ന കണ്ടോ? ഇങ്ങനെ വേണം കുമ്പിൾ എടുക്കാൻ. ഇങ്ങനെ ഫില്ല് ചെയ്യണം. ഇത് കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ അങ്ങനെ ഒരു പ്രസ്സും കൂടെ ചെയ്യണം. ഇങ്ങോട്ട് കണ്ടോ? ഇങ്ങനെ ഓരോന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അകത്തോട്ട് വെച്ചിട്ട് ചെറിയ കുമ്പിളാണ്. നമ്മൾ കടലപ്പൊതിയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കണം. വാഴയിലയാണ്ട് ഭയങ്കര എളുപ്പം കേട്ടോ. വയനയില അല്ലെ ഇടനയില ആണേലേ ഉള്ളൂ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അച്ചാനുണ്ടല്ലോ ഈ സിന്നമോൺ ട്രീ ലീഫില്ലേ, അതുകൊണ്ട് അതായത് അച്ചാനത്തോടെ ഈ ഇടനയില കിട്ടാഞ്ഞിട്ട് മറ്റേ കറുവാട ഇല കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. എൻ്റെ ദൈവമേ, മൊത്തം എരിഞ്ഞിട്ട് അതിൻ്റെ വീര്യമെല്ലാം കൂടെ ഇറങ്ങിയിട്ട് കൂട്ടാൻ മേലായിരുന്നു അല്ലേ അച്ഛൻ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇല അല്ലെങ്കിൽ വഴനയില കിട്ടിയില്ലെങ്കിലേ നിങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും നമ്മുടെ ഈ കറുവയുടെ ഇല. അതുകൊണ്ട് ഒരിക്കലും ഉണ്ടാക്കരുത് കേട്ടോ. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ പറ്റത്തില്ല. കറുവയുടെ എസൻസ് എല്ലാം കൂടെ ഇറങ്ങിയിട്ട് വായിക്കകത്ത് കറുവാപ്പട്ടയുടെ എസൻസ് ഇറങ്ങിയിട്ട് ഒരു അട പോലും ഞങ്ങൾക്ക് തിന്നാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങൾ അത് ഇടനയിലയോ വഴനയിലയോ കിട്ടിയില്ലെങ്കിൽ വാഴയിലയാണ് ഏറ്റവും നല്ലത്. വാഴയിലയ്ക്കകത്താണ് നല്ലതായിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അട പോലെ ഉണ്ടാക്കാം, കുമ്പിള് പോലെ ഉണ്ടാക്കാം കേട്ടോ. വാഴയില എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഇടനയിലയൊന്നും കിട്ടാനില്ല, മിക്കവരും അത് വെട്ടിക്കളഞ്ഞെന്ന് തോന്നുന്നു. അതുകൊണ്ട് വാഴയില നമുക്ക് ധാരാളം ഇവിടെ കിട്ടുമല്ലോ. അപ്പം വാഴയില കൊണ്ട് ഉണ്ടാക്കുക. ഉണ്ടോ? വാഴയില കഴുകി വൃത്തിയായിട്ട് നന്നായിട്ട് തുടച്ച് കീറി വെച്ചിരിക്കുന്ന കേട്ടോ. ഒരു അഴുക്കുമില്ല, നല്ല വൃത്തിയാണ്.
ഇങ്ങനെ അട പോലെ വേണേലും ഉണ്ടാക്കാം, ഇങ്ങനെ കുമ്പിൾ പോലെ ഉണ്ടാക്കാനും വേണ്ട, നേരെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഷേപ്പിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കുക. ഇതേ കണ്ടോ, അച്ഛൻ ഓലപ്പടക്കം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ, അതേ കുമ്പിൾ കുത്തി, ഇതേ ഇതാണ്. ഇനി അപ്പച്ചമ്പിലോട്ട് വെച്ച് അങ്ങോട്ട് ആവി കയറ്റി കഴിഞ്ഞിട്ടോ നമ്മുടെ കുമ്പിളപ്പം പൂച്ചയപ്പം റെഡിയായി. ഇതേ അച്ഛൻ നല്ല സ്പീഡ് ഇതേ നിറച്ചുകൊണ്ടിരിക്കുക, അതേ കണ്ടോ, ആഹാ ഏതേ ഇവിടെ നിർത്തി, ഇത്രയും റെഡിയായി. ഇതേ അച്ഛൻ അതേ വളരെ സ്പീഡിൽ ഇതേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം തീരും കണ്ടോ. ഞാൻ പല ഷേപ്പിലാണ് ഇപ്പോൾ വെക്കുന്നത്, കണ്ടോ, ഇലയെടുത്ത് കുമ്പിളാക്കി എടുത്ത് കണ്ടോ, വളരെ ഈസിയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടോ. മടക്കി അങ്ങോട്ട് വെച്ച് ഇലയെടുത്ത് ഈ ഒരു വലുപ്പത്തിൽ വേണം ഇല കീറാൻ, വെച്ചു കണ്ടോ, വളരെ സ്പീഡി. ഇത് നല്ല മഴയത്ത് ഇതും കട്ടൻ കാപ്പിയും കൂടെ കഴിക്കാൻ, കുമ്പിളപ്പം കട്ടൻ കാപ്പിയും കൂടെ കഴിച്ചാണ്ടല്ലോ വിദേശത്തുള്ളവർക്കൊക്കെ നാട്ടിൽ വരുമ്പോൾ കഴിക്കാൻ നല്ല സാധനം. അവരിപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും നാട്ടിൽ മഴയത്ത് നല്ല ഇഷ്ടം. നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ചക്കയുടെ സീസണാണ് കേട്ടോ, ഇഷ്ടം പോലെ ചക്കയാണ് നാട്ടിൽ. ഇപ്പം നമ്മൾ ഒരു ചക്ക പോലും പാഴാക്കി കളയരുത്. ഇതുപോലെ നല്ല പിള്ളേർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഇഷ്ടമാകുമെന്നറിയോ. അതുപോലെ പ്രായമായവർക്കും ഇതുപോലെ കുമ്പിളപ്പം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇത് നമ്മുടെ അച്ചായൻ സ്റ്റൈൽ. അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പീഡിൽ ഉണ്ടാക്കുന്നതാണ്. അതെ ഇലയെടുത്ത് അച്ചായൻ്റെ തീർന്നു, ഇനി രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കാനേ ഉള്ളൂ. നിറച്ചിതേ ഫില്ല് ചെയ്ത് ഓക്കെ. ഇനി ഒരെണ്ണവും കൂടെ ഉണ്ടാക്കാനേ ഉള്ളൂ. ഇവിടെ അച്ചാൻ ഫില്ല് ചെയ്ത് ഈ ഒരു പ്ലേറ്റ്, ഈ ഒരു പ്ലേറ്റും ഫില്ല് ചെയ്ത്. കുമ്പിളപ്പത്തിന് വേണ്ടി ഇത്രയും കുമ്പിളാണ്, 2 പ്ലേറ്റ് നിറച്ചും കുമ്പിളപ്പം നിറച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവനെ നന്നായിട്ട് അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കുമ്പിളപ്പം റെഡിയാവും. കണ്ടോ, ഒരു പ്ലേറ്റ് നിറച്ചും വലിയ കുമ്പിളപ്പാണ്, ഒരു പ്ലേറ്റ്. അപ്പോൾ നമുക്കൊന്ന് ആവി കയറ്റാച്ചാ. അപ്പച്ചെമ്പിനകത്ത് വെള്ളം ഒഴിച്ച് തട്ട് വെച്ചത് അപ്പച്ചെമ്പ് ചൂടായി വരുന്നു. ചൂടായി തിളച്ച് വന്ന ശേഷമല്ലേ അച്ഛാ, ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുമ്പിൾ എടുത്ത് വെക്കാം. അപ്പച്ചെമ്പിനകത്ത് നമ്മൾ ഇത്രയും വെള്ളമാണ് എടുത്തത്. ഇനി ഇതിൻ്റെ മേളിൽ തട്ട് വെച്ച് കൊടുക്കും. തട്ട് വെച്ച് കൊടുത്തേച്ചാ, അങ്ങോട്ട് ഇട്ട് കൊടുത്ത് തട്ട് വെച്ച് കൊടുക്കുന്നു. തച്ച് നന്നായിട്ട് ഫിക്സായി. ഓരോ അടയും ഇട്ട് വെക്കുന്നു. അപ്പച്ചെമ്പ് ചൂടായി വരുന്നുണ്ട്, ആവി കയറുമ്പോൾ നന്നായിട്ട് വെന്തോളും. അപ്പച്ചെമ്പ് ചൂടായി വരുന്നുണ്ട്, ഓരോന്ന് അടുക്കി വെക്കുന്നു, ഓവർലാപ്പ് ചെയ്യാതെ എവിടെ കൊടുത്ത് അടുക്കി വെക്കുന്നു. എത്ര സമയം എടുക്കുക ആവി കയറി വേകാൻ? 20 മിനിറ്റ് ഉണ്ട്. 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പൂച്ചയപ്പം അല്ലെ കുമ്പിളപ്പം അല്ലെ ചക്കയട റെഡിയാവും. വളരെ നാച്ചുറലായിട്ടല്ലേ അച്ഛാ. നമ്മുടെ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഈ വരുമ്പോൾ എന്ത് ഇഷ്ടമാണെന്നറിയോ നിങ്ങൾ? പിള്ളേർക്കൊക്കെ വൈകുന്നേരം ഇതൊന്ന് കിട്ടിയെങ്കിലോ. ഇത് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നാളെയും കഴിക്കും അല്ലേ അച്ഛാ? 2-3 ദിവസം ഇരിക്കും അല്ലേ അച്ഛാ? ഇത് പ്രായമായവർക്കൊക്കെ കഴിക്കാൻ. ഇപ്പം നമ്മൾ പപ്സും സീറ്റ്നയും അല്ലേ, ഈ അല്ലാതെ ഷവർമ്മയും ഒക്കെ കഴിക്കുന്നതിൽ എത്രയോ നല്ല, എത്ര ഹെൽത്തി ഫുഡാണ് അല്ലേ അച്ഛാ ഇത്? കണ്ടോ, നല്ല ചക്കപ്പഴത്തിൻ്റെ ഗുണങ്ങൾ കണ്ടോ. ഇപ്പം വിദേശ രാജ്യത്തോട്ടൊക്കെ എന്തുമാത്രം എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ചക്ക വന്ന്. ഏത് ചക്ക വെച്ചാൽ ഈ വിയറ്റ്നാം എയർലി വന്നിട്ട് എന്തുമാത്രം ലണ്ടനൊക്കെ ഫ്ലൈറ്റേലാണ് കയറി പോകുന്നത്. വിയറ്റ്നാം സൂപ്പർ എയർലിയും ഒക്കെ ചക്ക അല്ലേ ചോദിച്ചി? ചക്കയ്ക്ക് നല്ല ഡിമാൻഡാണ്. നമ്മൾ ഒരു ചക്ക പോലും നഷ്ടപ്പെടുത്തി കളയരുത്. ഇതുപോലെ ഞങ്ങളുടെ ഒരു ചക്കയുടെ പകുതി ചോളം ഇനി ഫ്രിഡ്ജിൽ ഇരിപ്പുന്നുണ്ട്, അത് ഇതുപോലെ ഉണ്ടാക്കണം. ഇപ്പം ഞങ്ങൾക്ക് ഇത് മതി. നമ്മുടെ ആവശ്യാനുസരണം ഇങ്ങനെ അരിപ്പൊടിയോ റവയോ ഗോതമ്പ് പൊടിയോ ഇട്ട് ശർക്കരയും കൂടെ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി. അതിൻ്റെ മുകളിലോട്ട് വെച്ച് അപ്പം കംപ്ലീറ്റ് നമ്മൾ വെച്ച് ഇനി നമുക്ക് വെന്ത് കഴിയുമ്പോൾ കാണിക്കാം. ചക്കയുടെ എല്ലാം വെച്ച് ഇനി വെന്ത് കഴിയുമ്പോൾ കാണിക്കാം. എല്ലാ അടയും കുമ്പിളും വെച്ച് ഇനി നമുക്ക് അടപ്പ് മൂടി വെച്ച് ആവി കയറ്റി വെന്ത് കഴിയുമ്പോൾ കാണിക്കാം. അടപ്പ് മൂടി വെച്ച് ഓക്കെ. ഇനി നന്നായിട്ട് 20 മിനിറ്റ് ഇരുന്ന് വേകട്ടെ. 20 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ആവി കയറി വെന്തിട്ടുണ്ട്. തുറക്കുവാണ്.
അപ്പച്ചപ്പിൻ്റെ അടപ്പ് തുറക്കുവാണ്. തുറന്ന് വെച്ചാൽ ആ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടോ, അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അച്ചായൻ പ്ലേറ്റിലെടുത്ത് ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. നമ്മുടെ കുമ്പിളപ്പം, പൂച്ചയപ്പം എല്ലാം റെഡിയായേ. അച്ചാൻ പയ്യെ പൊക്കുന്നു. കണ്ടോ, റെഡി ആയിട്ടുണ്ടല്ലേ അച്ഛാ? ദേ ഇതാണ് നമ്മുടെ കുമ്പിളപ്പം, ചക്കയട, പൂച്ചയട. ദേ റെഡി ആയിട്ട് ദേ പ്ലേറ്റിലെടുത്ത് വെച്ചിരിക്കുക. ദേ നല്ല ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്. അത് നോക്കിക്ക്, നന്നായിട്ട് ദേ ഇടനേല വഴനേല ആയിരുന്നൊക്കെ ഉണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് ഇരുന്നേനെ. ഈ വാഴയില ആയതുകൊണ്ടുണ്ടല്ലോ ഇച്ചിരി ഓപ്പണായി പോവും, എങ്കിലും രുചിക്ക് കുറവൊന്നുമില്ല. ദേ സൂപ്പറായിട്ട് ശരിയാണ്. ദേ നമ്മുടെ അച്ചാൻ ഉണ്ടല്ലോ, ഈ ചൂട് കുറയാൻ വേണ്ടി ഉണ്ടല്ലോ ഒരു വട എടുത്ത് ദേ മുറിച്ച്, ചെറുതായിട്ട് മുറിച്ച്, കണ്ടോ, സ്പൂണ് കൊത്തി. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അച്ഛാ, കുമ്പിളപ്പം എങ്ങനെയാണ്? അതെ അച്ഛൻ ചൂടാറാൻ വേണ്ടി നല്ല ആവി പറക്കുന്നുണ്ട്, ചൂടായതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ. അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അച്ഛാ. അതെ അച്ഛൻ ഇങ്ങോട്ട് നോക്കി, നല്ല ടേസ്റ്റ് ആണോ? മധുരവും സൂപ്പർ സൂപ്പർ സൂപ്പർ, നല്ല ചൂടുണ്ടല്ലേ, മധുരവും ആ എല്ലാം നല്ല അല്ലേ? പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല അല്ലേ, പ്രായമായവർക്കും അല്ലേ? ഈ ഇപ്പം നല്ല മഴയൊക്കെ ഉള്ളതുകൊണ്ടുണ്ടല്ലോ നല്ല ഇതാ അല്ലേ, ഈ മഴയത്ത് ഇതൊരു കട്ടൻ കാപ്പിയും കൂടെ ഒക്കെ കുടിക്കുക അല്ലേ അച്ഛാ? അല്ല ചായയോ അല്ലേ? വൈകുന്നേരമൊക്കെ ഇത് മതി അല്ലേ അച്ഛാ? ധാരാളം മതി അല്ലേ അച്ഛാ? നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒന്നാം തരം കുമ്പിളപ്പമാണ്, ചക്കയട. ഒരെണ്ണം എടുത്തൊന്ന് പൊളിച്ച് കാണിച്ചേ നമ്മുടെ ആൾക്കാർക്ക്. ഒരെണ്ണം എടുത്തത്, ഇത് ഈ ഒരെണ്ണം എടുത്ത്. ആ ചൂടുണ്ട്, കൈ പൊള്ളല്. ആ ഓപ്പൺ ചെയ്ത് കാണിച്ച് കണ്ടോ. നീ അങ്ങോട്ട് വെച്ച് അച്ഛൻ പാത്രത്തിലോട്ട്. ആ ഇതാണ് നമ്മുടെ അട, കണ്ടോ? അതെടുത്ത് വെച്ചാൽ ഒരട അങ്ങോട്ട് എടുത്ത്, ഇതും കൂടെ എടുത്ത് കാണിച്ച്. അതെടുത്ത് അച്ഛൻ്റെ പാത്രത്തിലോട്ട് വെച്ച്. ആ ഇനി ഒന്ന് മുറിച്ച്. ആ ഇതുപോലെ ചൂടാറാൻ വേണ്ടിയാണ് അച്ഛൻ, ചൂടോട് കൂടി തന്നെ കഴിച്ചാലേ അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. ചൂടാറാൻ വേണ്ടിയാണ് അച്ഛൻ ഇങ്ങനെ ചെറിയ പ്ലേറ്റ് കൊണ്ട് മുറിക്കുന്നത്. ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല കയ്യിലെടുത്ത് നല്ല കടിച്ച് തിന്നാം, മുറിച്ചൊക്കെ തിന്നാം. അതെ നല്ല ടേസ്റ്റ് അല്ലേ അച്ഛാ? സൂപ്പർ. എങ്ങനെ? അച്ഛൻ അതേ ചൂടാറാൻ വേണ്ടിയല്ലേ അച്ഛൻ സ്പൂണിന് മുറിച്ചത്. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. ഞങ്ങളുടെ ഈ കുമ്പിളപ്പം ഇഷ്ടമായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ പ്രസ് ചെയ്യണേ. ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ നല്ല ചൂടോടുകൂടി അച്ചായത്തേക്ക് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ അച്ഛാ? അപ്പോൾ എല്ലാവരും ഈ മഴയത്ത്, നല്ല മഴയാണ് ഇപ്പോൾ നാട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മഴയത്ത്, ഈ നോയമ്പ് കാലത്ത് ഏറ്റവും നല്ലൊരു ഫുഡാണ് പൂച്ചയപ്പം, അല്ലെ കുമ്പിൾ അട, ചക്കയട. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ക് യു അച്ഛാ. താങ്ക്സ് കൊടുത്ത്. താങ്ക് യു വെരി മച്ച്. അച്ഛാൻ്റെ കുറേശ്ശെ കഴിച്ച് തീർത്തോണ്ടിരിക്കുന്നു. ചെയ്ത് മതിയാ ചെയ്യുന്നു വൈകുന്നേരം? പിന്നെ കഴിച്ച് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു വെരി മച്ച്.